നെക്സ്റ്റ് ഇനി അടുത്ത ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ആണ്. ഓൾറെഡി ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇതും. അതുകൊണ്ട് ഇനി ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക എന്നുള്ളതാണ് തിയറി പാർട്ടിൽ നോക്കുന്നത്. തിയറി പാർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോബ്ലമാണ്. അപ്പോൾ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഒരു തിയറി, ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇപ്പോൾ കമ്പനീസിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നിന്ന് അതിൻ്റെ ബിസിനസ്സിനെ നെക്സ്റ്റ് ഒരു വേറെ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻസ് നടന്നുകൊണ്ടാണ് കമ്പനിയുടെ റീസ്ട്രക്ചർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് കമ്പനി തമ്മിലുള്ള. അപ്പോൾ അവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ പഠിക്കുന്ന റീസ്ട്രക്ചേഴ്സിൽ ഒന്നെങ്കിൽ ഒരു ലിക്വിഡേഷനോ അല്ലെങ്കിൽ ഒരു ഫോർമേഷനോ നടക്കുന്നതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനീസ് പല ടൈപ്പിൽ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം അല്ലെങ്കിൽ മേർജ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ നടക്കുന്നത് മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവോട് കൂടിയായിരിക്കും കമ്പനീസ് തമ്മിലുള്ള മേർജിങ് അല്ലെങ്കിൽ അക്വിസിഷൻ ആണെന്നുണ്ടെങ്കിലും അമാൽഗമേഷനൊക്കെ നടക്കുന്നത്. മെയിൻ 3 മോട്ടീവ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ കോമ്പറ്റീഷൻ ഓർ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ മാർക്കറ്റ് കൺട്രോൾ ഓർ ടു അച്ചീവ് ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. നമ്മൾ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറയ്ക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവിടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ മേർജിങ് അമാൽഗമേഷനൊക്കെ വരുന്ന സമയത്ത് അവിടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പനീസ് തമ്മിലുള്ള സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്പനീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു മാർക്കറ്റ് കൺട്രോൾ ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ബെനിഫിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആയിട്ടോ ആയിരിക്കാം കമ്പനീസ് മേർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ കോമ്പിനേഷൻസ് നടക്കാം. അതിൽ ഈ ഒരു ചാപ്റ്ററിൽ അമാൽഗമേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ അമാൽഗമേഷനാണ്. അമാൽഗമേഷൻ മീൻസ് കോമ്പിനേഷൻ ഓഫ് 2 or more companies and forming a new company. അപ്പോൾ ഇവിടെ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കമ്പനീസ് ലിക്വിഡേറ്റ് ആയി പോവുകയാണ്. ആൻഡ് ഒരു പുതിയ കമ്പനി ഫോം ചെയ്തുകൊണ്ട് ഈ 2 കമ്പനിയുടെയും ബിസിനസ്സിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫോർമേഷനും നടക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം 2 or more ലിക്വിഡേഷനും നടക്കുന്നുണ്ട്. ഈ ന്യൂ കമ്പനി ഫോം ചെയ്തിരിക്കുന്ന ന്യൂ കമ്പനിയാണ് ലിക്വിഡേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലിക്വിഡേറ്റ് ചെയ്തു പോയിരിക്കുന്ന കമ്പനീസിന് ഐഡൻറ്റിറ്റി ഇല്ല, ന്യൂ കമ്പനി മാത്രമേ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുള്ളൂ. അതാണ് അമാൽഗമേഷൻ. നമുക്ക് ഈ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് അബ്സോർപ്ഷനാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ വൺ എക്സിസ്റ്റിംഗ് കമ്പനി പർച്ചേസസ് ദ ബിസിനസ് ഓഫ് അനദർ എക്സിസ്റ്റിംഗ് കമ്പനി. ഇവിടെ ഒരു ഫോർമേഷൻ അല്ല നടക്കുന്നത്, എക്സിസ്റ്റിംഗ് കമ്പനി തന്നെയാണ് മറ്റൊരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഫോർമേഷൻ ഇല്ല, ഒരു കമ്പനിയുടെ ലിക്വിഡേഷൻ മാത്രമാണ് ഉണ്ടാവുന്നത്. ഒരു കമ്പനിക്ക് നെയിം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ലോസ് ആവുന്നുണ്ട്. ആ ഒരു കമ്പനിയുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നത് അനദർ എക്സിസ്റ്റിംഗ് കമ്പനി തന്നെയാണ്, ഒരു ന്യൂ കമ്പനി അല്ല. ദെൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. Here, one existing weak company goes into liquidation and a new company is formed to take over its business. അപ്പോൾ ഇവിടെ ഒരു കമ്പനി, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്പനി എന്ന് പറയുന്നത് വീക്ക് കമ്പനിയാണ്. മേ ബി ഇൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ ടേംസ് ആകാം, ഫിനാൻഷ്യൽ ടേംസിൽ വീക്കായ കമ്പനി ആകാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഫേം ആകാം, മറ്റെന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നൊരു വീക്ക് കമ്പനി ആയിരിക്കാം.
ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നു ആൻഡ് ആ ഒരു കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുന്നത് ഒരു ന്യൂ കമ്പനിയാണ്. ഇത് 3 ടൈപ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ അമാൽഗമേഷനാണ്. ഈ ഒരു അമാൽഗമേഷൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ ടൈപ്സും ആൻഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതൊക്കെയാണ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ അമാൽഗമേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, കോമ്പിനേഷൻ ഓഫ് 2 or more കമ്പനീസ് ആൻഡ് ഫോമിങ് എ ന്യൂ കമ്പനി. ഇറ്റ് മീൻസ് ഇവിടെ നടക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം 2 or more കമ്പനീസിൻ്റെ ലിക്വിഡേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 or more കമ്പനീസിന് ഐഡൻറ്റിറ്റി ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹിയർ ദ മെർജർ ഓഫ് 2 or more എക്സിസ്റ്റിംഗ് കമ്പനീസ് ഇൻ ടു എ സിംഗിൾ ന്യൂ കമ്പനി. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 or more കമ്പനീസിൻ്റെ ലിക്വിഡേഷനും ആൻഡ് എ ന്യൂ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കേസിൽ അമാൽഗമേഷൻ്റെ കേസിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സിസ്റ്റിംഗ് കമ്പനീസ്, അതായത് ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും പഠിക്കേണ്ടി വരും. ആൻഡ് ന്യൂ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് കുറച്ച് ടേംസ് ഐഡൻറ്റിഫൈ ചെയ്യണം അമാൽഗമേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 അമാൽഗമേഷൻ്റെ അക്കൗണ്ടിങ് ആൻഡ് അതിൻ്റെ ഗുഡ് വിൽ റിസർവ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, വേരിയസ് പ്രൊവിഷൻസ് റിഗാർഡിങ് അമാൽഗമേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ടെക്സ്റ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവും. ഇതിൽ ചെറുതായിട്ടൊന്ന് കോൺസെപ്റ്റ് മനസ്സിലാവാനുള്ളത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് ടേംസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് അമാൽഗമേഷനാണ്. അത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കമ്പനീസ് ആക്ട് 1956 അല്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് പ്രകാരമായിരിക്കും അമാൽഗമേഷൻ നടക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമുക്കിനി നെക്സ്റ്റ് പഠിക്കാം. ദെൻ ട്രാൻസ്ഫറർ കമ്പനിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസാണ് ട്രാൻസ്ഫറർ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി ആൻഡ് പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ക്ലിയർ ചെയ്യണം. ട്രാൻസ്ഫറർ കമ്പനി മീൻസ് സെല്ലിംഗ് കമ്പനി അല്ലെങ്കിൽ വെൻഡർ കമ്പനിയാണ്. ഓർ ദ കമ്പനി വിച്ച് അമാൽഗമേറ്റഡ് ഇൻ ടു അനദർ കമ്പനി. ഏത് കമ്പനിയാണോ ലിക്വിഡേറ്റ് ചെയ്യുന്നത് ആ കമ്പനീനെയാണ് നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത് ദ കമ്പനി ഇൻ ടു വിച്ച് ട്രാൻസ്ഫറർ കമ്പനി ഈസ് അമാൽഗമേറ്റഡ് ഓർ മൈ കോൾഡ് പർച്ചേസിങ് കമ്പനി. അപ്പോൾ ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനിയുടെ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത് ഓർ എക്വയർ ചെയ്യുന്നത് ആ കമ്പനീനെയാണ് നമ്മൾ ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്, അതായത് ഫോം ചെയ്യുന്ന ന്യൂ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത് 2 or അതിൽ കൂടുതലോ കമ്പനീസ് ഉണ്ടാകാം. ഞാൻ ട്രാൻസ്ഫറി കമ്പനി ഫോം ചെയ്യുന്ന ആ ഒരു ന്യൂ കമ്പനീനാണ് പറയുന്നത്. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് എന്തുണ്ടാകും? ട്രാൻസ്ഫറി കമ്പനി മറ്റൊരു കമ്പനിയുടെ ബിസിനസ് പർച്ചേസ് ചെയ്യാണ്. ഇൻ റിട്ടേൺ ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് പേയ്മെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് പേ ചെയ്യുന്ന ക്യാഷോ അല്ലെങ്കിൽ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, എനിത്തിങ്, ഇതിൻ്റെ ഒരു അഗ്രിഗേറ്റ് എമൗണ്ടിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറി കമ്പനി ഈ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷനാണ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് ഓഫ് ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് issued and the payment made in cash or other assets by transferee company to the shareholders of transferor company. ഇത്രയാണിതിൽ ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് കോൺസെപ്റ്റ്. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ ആണ്. അപ്പോൾ അമാൽഗമേഷൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 അനുസരിച്ച് 2 ടൈപ്പിലാണ് ഈ ഒരു അമാൽഗമേഷൻ നടക്കുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേർജർ ആണ് ആൻഡ് സെക്കൻഡ് വൺ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. 2 കേസിലും സ്ലൈറ്റ് ഡിഫറൻസസ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സിലുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻ ദ നേച്ചർ ഓഫ് മേർജർ ആണ്. മേർജറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, മേർജർ മീൻസ് 2 കമ്പനീസ് ജോയിൻ ചെയ്യുന്ന കേസാണെന്നുണ്ടെങ്കിൽ,
അപ്പോൾ ഫസ്റ്റ് നമുക്ക് മേജർ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്, ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേജർ ആണെന്ന് പറയാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ, all the assets and liabilities of the transferor company or companies become after amalgamation the assets and liabilities of the transferee company. ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലൈബിലിറ്റീസും അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറി കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആയിട്ട് മാറുകയാണ്. കാരണം അത് ടേക്ക് ഓവർ ചെയ്യാണ്. ഇനി അങ്ങനെ ഏതെങ്കിലും അസറ്റ്സോ ലൈബിലിറ്റീസോ ടേക്ക് ഓവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടാകും. അതർവൈസ് ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസും ട്രാൻസ്ഫറി കമ്പനിയുടേതായിട്ട് മാറുന്നു. സെക്കൻഡ് കണ്ടീഷൻ, shareholders holding not less than 90% of the face value of the equity shares of the transferor company become the equity shares of the transferee company. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസ്. ട്രാൻസ്ഫറർ കമ്പനിയിൽ ഇക്വിറ്റി ഷെയർസിൽ 90% ഓർ എബവ് ഫേസ് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറി കമ്പനിയിലും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുകയാണ്. 90% ഓർ മോർ ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സാണ്. ഓക്കെ, ദെൻ the consideration for the amalgamation receivable by those equity shareholders of the transferor company who agree to become the equity shares of the transferee company is discharged wholly by the issue of equity shares except that cash may be paid in respect of fractional shares. ഇത്രയേ ഉള്ളൂ. ഈ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത് ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, ചില കേസിൽ ഡിബഞ്ചേഴ്സ് ആകാം, അതർവൈസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി പേ ചെയ്യുന്നത്. ചില കേസിൽ മാത്രം നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും, ഷെയർസിൻ്റെ എണ്ണം നമുക്ക് ഫ്രാക്ഷനായിട്ട് കിട്ടും. 0.1/3 അല്ലെങ്കിൽ 0.333 അങ്ങനെ ഫ്രാക്ഷനായിട്ട് നമുക്ക് കിട്ടും. ആ കേസിൽ മാത്രം നമുക്ക് ഫ്രാക്ഷൻ, ഒരു ഷെയർ ഫ്രാക്ഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ മാത്രം നമ്മൾ ഫ്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ക്യാഷായിട്ട് സെറ്റിൽ ചെയ്യും. അതർവൈസ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ സെറ്റിൽ ചെയ്യുന്നത് ക്യാഷായിട്ട് ആയിരിക്കും, ഷെയർസ് ആയിട്ടായിരിക്കും, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ്, the business of the transferor company or companies is intended to be carried on after amalgamation by the transferee company. ട്രാൻസ്ഫറർ കമ്പനീസിൻ്റെ ബിസിനസ് പിന്നീട് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫറി കമ്പനി ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി മെയ്ഡ് ടു ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനീസ് when they are incorporated in the financial statement of transferee company. ഇനി ചില ഈ ഒരു ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ ബുക്ക് വാല്യൂ റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇത്രയും കണ്ടീഷൻസ് പഠിച്ച് വെക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേജർ ആവുന്നത്. ഫസ്റ്റ് പറഞ്ഞത് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ കേസാണ്. ദെൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു. ദെൻ ബിസിനസ് എങ്ങനെയാവുമെന്ന് പറഞ്ഞു. ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഇത്രയും 5 പോയിൻ്റാണ്. അത് പഠിച്ച് വെക്കണം. തിയറി പാർട്ട് ചോദിക്കുന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. ഈ ഒരു പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിൽ അത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ നമുക്ക് ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. തിയറി കൂടുതൽ നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ.